ഹൗവ ഹീബ്രു ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വ്യക്തിയാണ്. അബ്രഹാമിക് മതങ്ങളുടെ ഉത്ഭവകഥ അനുസരിച്ച് അവൾ ആദ്യത്തെ സ്ത്രീയായിരുന്നു. എന്നാൽ യഹൂദ മതത്തിനുള്ളിലെ ചില ചർച്ചകളിൽ ലില്ലിത്തിന് ആദ്യ സ്ത്രീയുടെ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഹൗവ ആദാമിൻ്റെ ഭാര്യയായി അറിയപ്പെടുന്നു. ഹൗവായിക്ക് കായേൻ, ആബേൽ, സേത്ത് എന്ന് 3 പുത്രന്മാരും ആവാൻ, അസൂറ, ലുല്ലുവ അല്ലെങ്കിൽ അക്ലീമ എന്നറിയപ്പെടുന്ന 3 പുത്രിമാരുമുണ്ടെന്ന് ബൈബിൾ ഇതര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഉൽപ്പത്തിയുടെ 2-ാം അധ്യായം അനുസരിച്ച് ആദാമിൻ്റെ വാരിയിലെടുത്ത് ആദത്തിൻ്റെ കൂട്ടാളിയായി ഹൗവായെ സൃഷ്ടിച്ചു. ഹൗവായുടെ സൃഷ്ടിക്ക് മുൻപ് ഏദൻ തോട്ടം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത് ആദമായിരുന്നു. വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കരുതെന്ന് ദൈവം ആദാമിനോട് കൽപ്പിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. കൽപ്പനയെക്കുറിച്ച് അവൾക്ക് അറിയാമായിരുന്നെങ്കിലും അത് തന്നെ കൊല്ലുകയില്ല, പകരം ദൈവത്തെപ്പോലെ ആകുമെന്ന സർപ്പത്തിൻ്റെ വാദം അവൾ വിശ്വസിച്ചു. അവൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഫലം തിന്നാൻ തീരുമാനിച്ചു. വിലക്കപ്പെട്ട ഫലം കഴിച്ച അവൾ താൻ മരണത്തിൻ്റെ പിടിയിലായി എന്ന് മനസ്സിലാക്കുകയും അവൾ ആദത്തെ വശീകരിക്കുകയും വിലക്കപ്പെട്ട ഫലം അവനുമായി പങ്കുവെക്കുകയും ചെയ്തു. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം അവർ കഴിക്കുമെന്ന് മനസ്സിലാക്കിയ ദൈവം ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അവർ അമൃത്യത പ്രാപിക്കാതിരിക്കാൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. തോട്ടം കാവലിന് കെരൂബുകളെ നിയോഗിക്കുകയും ചെയ്തു. പാപത്തിലൂടെ തങ്ങളുടെ നഗ്നത തിരിച്ചറിഞ്ഞ അവർ അത്തിയിലകൾ കൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അവർക്ക് മൃഗത്തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഹൗവായെ തന്ത്രപൂർവം ചതിച്ച സർപ്പം അതിൻ്റെ ഫലമായി ഉരകമായി തീരുന്നു. ഇഴഞ്ഞു നടക്കുകയും പൊടി ഭക്ഷിക്കുകയും ചെയ്തുമെന്ന ശാപം ദൈവം അവനെ അറിയിക്കുന്നു. ഹൗവായ്ക്കാകട്ടെ പ്രസവാരിഷ്ടതകളും പ്രസവവേദനയും ദൈവം വിധിക്കുന്നു, കൂടാതെ പുരുഷനോടുള്ള അഭിലാഷവും. ആദത്തെ ദൈവം മണ്ണിനോട് മല്ലിടാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പുരാതന പാരമ്പര്യമനുസരിച്ച് ചില സഭകൾ ആദാമിനൊപ്പം ഹൗവായെയും വിശുദ്ധയായി അംഗീകരിക്കുന്നു. കൂടാതെ ഡിസംബർ 24 ആദാമിൻ്റെയും ഹൗവയുടെയും വിശുദ്ധ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. മധ്യകാലഘട്ടം മുതൽ ജർമ്മനിയിലെ എസ്തോണിയ, ഹംഗറി, ലിത്വാനിയ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവരെ വിശുദ്ധരായി ആരാധിക്കപ്പെടുന്നു. ഹൗവ എന്നാൽ ജീവിക്കുന്നവൻ അല്ലെങ്കിൽ ജീവന്റെ ഉറവിടം എന്നാണ് അർത്ഥമാക്കുന്നത്. ഹൗവ ആദത്തിന്റെ വാരിയെല്ലിലൂടെ സൃഷ്ടിക്കപ്പെട്ടതിന് സമാനമായ കഥകൾ മെസൊപ്പൊട്ടേമിയൻ കഥകളിലുണ്ട്. മെസൊപ്പൊട്ടേമിയൻ പുരാണമായ എൽക്കിയുടെയും നിൻഹൂസാഹിന്റെയും പുരാണത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ കെട്ടുകഥയിൽ എൻകി തനിക്ക് രോഗം നൽകുന്ന വിഷസസ്യങ്ങൾ കഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിൻഹുർസാഗ് പിന്നീട് ഈ ഓരോ അസുഖങ്ങളും ഭേദമാകാൻ നിരവധി ദേവതകളെ സൃഷ്ടിക്കുന്നു. അവരിൽ ഒരാളായ നിന്ദി എൻകിയുടെ വാരിയെല്ല് സുഖപ്പെടുത്താൻ വിധിക്കപ്പെട്ടവളാണ്. നിന്ദിയുടെ പേരിൻ്റെ അർത്ഥം വാരിയെല്ലിൻ്റെ സ്ത്രീ, ജീവന്റെ സ്ത്രീ എന്നാണ്. വാരിയെല്ലിൻ്റെയും ജീവന്റെയും ഈ കൂട്ടുകെട്ട് ഹൗവയിൽ കാണപ്പെടുന്നതിന് സമാനമാണെന്ന് ഗെർഡാർ ലെർണർ എന്ന പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നു. ബൈബിൾ ഇതര യഹൂദ ഗ്രന്ഥ പഠനങ്ങൾ അടിസ്ഥാനമാക്കി കൗശലക്കാരനായ സർപ്പത്തിലൂടെ ഹൗവായെ തന്ത്രപൂർവം കെണിയിലാക്കിയത് സാത്താനാണെന്നും അതല്ല ആദത്തോടൊപ്പം ദൈവം സൃഷ്ടിച്ച ആദ്യ സ്ത്രീയായ ലില്ലിത്ത് ആദത്തോടുള്ള കോപത്തിൽ സർപ്പത്തിലൂടെ ഹൗവായെ പ്രലോഭിപ്പിക്കുകയും അവളെ കുഴപ്പത്തിലാക്കുകയുമായിരുന്നുവെന്ന പഠനങ്ങളും നിലനിൽക്കുന്നു. സൃഷ്ടിവിവരണത്തിൽ 1-ാം അധ്യായത്തിലെ മനുഷ്യ സൃഷ്ടി കർമ്മത്തിൽ ദൈവം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന ഭാഗവും 2-ാം അധ്യായത്തിലെ ആദത്തിന്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചുവെന്ന ഭാഗവും ചേർന്നു പോകുന്നില്ല എന്ന കാരണത്താൽ ചില മധ്യകാല റബ്ബിമാർ 2-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഹൗവായും 1-ാം അധ്യായത്തിലെ സ്ത്രീയും 2 വ്യത്യസ്ത വ്യക്തികളാണെന്ന് അഭിപ്രായപ്പെട്ടു. അവർ ഹൗവായും ലില്ലിത്തുമാണ്. ആ കാലഘട്ടത്തിലെ റബ്ബി ജോഷുവയുടെ അഭിപ്രായത്തിൽ ഹൗവായുടെ സൃഷ്ടി ഇപ്രകാരമാണ്: ഏത് അംഗത്തിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിക്കേണ്ടതെന്ന് ദൈവം ആലോചിച്ചു. അവൻ തന്നോട് തന്നെ ഇപ്രകാരം ന്യായവാദം ചെയ്തു:
ആദാമിന്റെ തലയിൽ നിന്ന് അവളെ സൃഷ്ടിക്കരുത്, കാരണം അവൾ ഒരു അഹങ്കാരിയായിരിക്കും. അവളുടെ തല ഉയർന്നതാണ്. ഞാൻ അവളെ കണ്ണിൽ നിന്ന് സൃഷ്ടിച്ചാൽ അവൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ ആഗ്രഹിക്കും. ചെവിയിൽ നിന്നാണെങ്കിൽ എല്ലാം കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. വായിൽ നിന്നാണെങ്കിൽ അവൾ ഒരുപാട് സംസാരിക്കും. ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അവൾ ആളുകളോട് അസൂയപ്പെടും. കയ്യിൽ നിന്നാണെങ്കിൽ എല്ലാം എടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. കാലിൽ നിന്നാണെങ്കിൽ അവൾ എല്ലാം കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മറഞ്ഞിരിക്കുന്ന അവയവത്തിൽ നിന്ന്, അതായത് വാരിയെല്ലിൽ നിന്ന് ഞാൻ അവളെ സൃഷ്ടിക്കും. യഹൂദ പാരമ്പര്യ പഠനമായ മിദ്രോഷ് റബ്ബ ജനസിസ് 8:1 ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്: ആണിനെയും പെണ്ണിനെയും അവൻ അവരെ സൃഷ്ടിച്ചു എന്നാണ്. ദൈവം യഥാർത്ഥത്തിൽ ആദാമിനെ ഹെർമാഫ്രോഡൈറ്റായി, അതായത് ദ്വിലിംഗജീവി, കൂടുതൽ വിശദമാക്കിയാൽ സ്ത്രീ പുരുഷ ലക്ഷണമുള്ള വ്യക്തിയായി സൃഷ്ടിച്ചുവെന്നാണ് അർത്ഥമാക്കുന്നത്. ഈ യഥാർത്ഥ ആദം ആത്മാവിലും ശരീരത്തിലും ഒരേ സമയം ആണും പെണ്ണും ആയിരുന്നു. അതുകൊണ്ട് പിന്നീടാണ് ദൈവം ഈ ആദം തനിച്ചായിരിക്കുന്നത് നന്നല്ല എന്ന് തീരുമാനിക്കുകയും ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രണ്ട് വ്യത്യസ്ത ആത്മാക്കളുടെ ഐക്യം നേടാൻ രണ്ടാളുകൾ ചേരുന്ന ആശയം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഹവ്വായും അവൾക്ക് ശേഷമുള്ള സ്ത്രീവർഗവും പ്രസവത്തിൽ ദുഃഖവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തിനും ഭർത്താവിന്റെ അധികാരത്തിന് കീഴിലാകാനും വിധിക്കപ്പെടുന്നു. ഹവ്വായുടെ മൂന്നാമത്തെ പുത്രനായ സേത്തിൽ നിന്നാണ് ആധുനിക മനുഷ്യരാശി മുഴുവനും ജനിച്ചത്. ഉൽപ്പത്തി പ്രകാരം ആദത്തിന് 130 വയസ്സുള്ളപ്പോഴാണ് സേത്ത് ജനിച്ചത്. അവന്റെ സാദൃശ്യത്തിലും പ്രതിച്ഛായയിലും ഒരു മകൻ. ഹവ്വായുടെ മരണശേഷം മക്പേല ഗുഹയിൽ അടക്കം ചെയ്തിരിക്കുന്നുവെന്നാണ് യഹൂദരുടെ പാരമ്പര്യമായ വിശ്വാസം.